കൈ നട്ടു കൈ നട്ടു ഇട്ടിട്ടുണ്ട്. ഇടിട്ട് മസാല ഇട്ടിട്ട് അല്ലേ ചുറ്റണം. തിരിയണേ തിരിഞ്ഞ വരട്ടെ മൂന്നോട്ട് തിരിയണം. ഇനിയിട്ട് അതിൻ്റെ മുകളിൽ പൂക്ക് പൂക്ക് കിണറിൻ്റെ അടുത്ത് ഇടണ്ടേ കിണറിൻ്റെ അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഇതല്ലേ കിണറിൻ്റെ അടുത്ത് അടുണ്ട് പോയിട്ട് കിണറിൻ്റെ അടുത്ത് ഇട്ടിട്ട് വരാം. കയറിയിട്ട് ഇങ്ങോട്ട് ഇവിടെ തിരിഞ്ഞിട്ടിട്ടാ അങ്ങോട്ടായി അങ്ങനെ അടയിട്ടുണ്ട് ഇടയിട്ട് നമുക്കിവിടെ വടക്കേ മലബാറിൽ പൂരോത്സവമല്ലേ. എല്ലാ വീടുകളും തോറും ഇങ്ങനെ കുഞ്ഞുമക്കൾ പൂവിടും, വലിയവരും ഇടും, കുഞ്ഞുമക്കളില്ലാത്തടത്ത് പ്രായമായവരും ഇടും. പിന്നെ ക്ഷേത്രങ്ങളിലെല്ലാം ചെറിയ കുഞ്ഞൾ പൂവിടും. പിന്നെ പൂരക്കളി പൂരോത്സവം എല്ലാം ഉണ്ട്. ഇതിപ്പോൾ ഞാൻ എനിക്കറിയും പോലെ നമുക്കൊന്നും അറിയില്ലല്ലോ. അങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കല് കുഞ്ഞക്ക് വീട്ടിൽ നിന്ന്. അവർക്കൊരു സന്തോഷമായിക്കോട്ടെ വെച്ചിട്ടിടുന്നത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കുന്നേ. ഇത് ആദ്യത്തെ ദിവസം കാർത്തികായ എന്ന ദിവസം തൊട്ടേ തുടങ്ങും എല്ലാവരും. 9 ദിവസം പൂവിടും. പിന്നെ 5 ദിവസം ഇടുന്നുണ്ട്, 7 ദിവസം ഇടുന്നുണ്ട്, 3 ദിവസം ഇടുന്നുണ്ട്. അങ്ങനെ എന്നിട്ട് നമ്മളിപ്പോൾ 3 ദിവസം ഇടുന്നില്ലേ. ഇനി പൂക്കളെല്ലാം ഇപ്പം കുറവല്ലേ. പണ്ട് കാലത്തെല്ലാം പിന്നെ നരയൻ പൂ എന്ന് പറഞ്ഞിട്ട് കട്ടപ്പൂ എന്ന് പറയും നമ്മ. നരയൻ പൂ മേലെ പടന്നിട്ട് പോയ വള്ളിക്കുണ്ടാകുന്നൊരു പൂവില്ലേ കട്ടപ്പൂ. അത് പിന്നെ മുരിക്കും പൂ മുരിക്കല ഇപ്പം ഒന്നും ഇല്ലല്ലോ, മുരിക്കേ ഇല്ലല്ലോ ഇപ്പോൾ എവിടെയും. മുരിക്കും പൂ പിന്നെ ചെമ്പകം, വെള്ളച്ചെമ്പകം, പിന്നെ കളറിലെ ചെമ്പകമെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം കൂടെയാണ് ഇടല്. ഇപ്പോൾ പിന്നെ അതൊന്നും ഇല്ലാതെ കൊണ്ട് നമ്മൾ ഇങ്ങനെ ചെമ്പരത്തിയിലൊരു കൂട്ടിയിട്ടുണ്ട്. പൂ കുറവല്ലേ, ഇല്ല പൂ കൊണ്ട് അങ്ങ് ഇടും അത്ര തന്നെ. ഇനിയുള്ളത് പിന്നെ അവസാന ദിവസമുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവസാനത്തെ വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണാം. പഴയ കാലത്തെല്ലാം പൂരെന്നെല്ലാം പറഞ്ഞാൽ എത്രയോ ദിവസം മുമ്പേ കുഞ്ഞുങ്ങളെല്ലാം ഒരുങ്ങി നിൽക്കും. അവർ പിന്നെ എല്ലാ വീടുകൾ തോറും വളയും കൊണ്ടുവരും. ചോദിച്ചെന്ന് പറയും നമ്മ. അവർ വള കൊണ്ടുവരുന്നത് നോക്കി നിൽക്കും എല്ലാവരും. നമുക്കൊന്നും പിന്നെ അതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. നമുക്കൊന്നും അതൊന്നും ചെയ്തു തരാൻ ആളുമില്ല. വളയെല്ലാം കൊണ്ടുവരുമ്പോൾ എല്ലാവരും വൈകി നമ്മ പോകുമ്പോൾ വള കൊണ്ടുവന്നിടത്തെല്ലാം നമ്മയും പോയിട്ട് ഇങ്ങനെ എല്ലാം കണ്ട് കൊതിയോടെ നിൽക്കും. അങ്ങനെയാണ് നമ്മയെല്ലാം. നമുക്ക് ഇതൊന്നും ചെയ്തു തരാൻ ആരും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ കുഞ്ഞുമക്കൾക്ക് നമുക്കറിയും പോലെ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. കൈ നിറയെ പുതിയ വളയിട്ട് നല്ലൊരു വീടുകളിലെല്ലാം ഉത്സവം തന്നെ, നാട്ടിലെല്ലാം ഉത്സവമാണ്. പുതിയ വളയിട്ട് പുതിയ കുപ്പായലിട്ട് പൂവിടലെല്ലാം നല്ലത് ഭയങ്കര ഒരു തന്നെയാണ്. ഇപ്പം അത്ര ഒരു ഇതില്ലെങ്കിലും അപ്പോൾ അന്നല്ലാന്നെങ്കിൽ കുഞ്ഞുങ്ങളില്ലാതെ വീട്ടിലും ഇത് ആഘോഷം തന്നെയാണ്. പ്രായമായവരിടും പൂട്ടിട്ട് അങ്ങനെ എല്ലാ വീട്ടിലും ഇതുണ്ടാവും, അധിക വീട്ടിലും. പിന്നെ പൂരക്കഞ്ഞി വെക്കൽ, കോടിപ്പൂരം എന്ന് പറയും. ആദ്യത്തെ പൂരിൽ കോടിപ്പൂരം എന്ന് പറയും. ആ ദിവസം തന്നെ എല്ലാം പൂരക്കഞ്ഞിയാക്കിയിട്ട് എല്ലാ വീട്ടിലും അയൽ വീടുകളും ബന്ധുക്കൾക്കും എല്ലാം ക്ഷണിച്ചിട്ട് തന്നെ വരുത്തും അവർ. ആദ്യത്തെ പൂരത്തിന് ആണായാലും പെണ്ണായാലും കോടിപ്പൂരം തന്നെയാണ്. അങ്ങനെ ഇപ്പോൾ നമുക്ക് പൂരക്കഞ്ഞിയൊന്നും ആക്കിയിട്ടില്ല. നമ്മൾ അവസാന ദിവസം 3-ാം ദിവസം ആക്കും. പിന്നെ അന്ന് പൂര അടയെല്ലാം ആക്കണം രാത്രിയിൽ. തവിട് കൊണ്ടുള്ള അടയും
പിന്നെ അരി കൊണ്ടുള്ളത് വേറെ, അരി പൊടി കൊണ്ടുള്ളത് വേറെയും, അങ്ങനെ 2 തരം അടയാക്കിയിട്ട് കാമന് കൊടുക്കൽ. അങ്ങനെയല്ല അത് ഐതിഹ്യം. നമുക്കതൊന്നും നമ്മ ഇങ്ങനെ ചെറിയ പിള്ളേരല്ല, നമുക്ക് അതൊന്നും അറിയില്ലല്ലോ ആ കാലത്തൊന്നും. നമ്മ ഇങ്ങനെ കണ്ടത് ഇങ്ങനെ അതുപോലെ ചെയ്യുന്നതേ ഉള്ളൂ. അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കാൻ. ഇതില്ലാത്തവർക്കാണ് ഈ നാട്ടിലെല്ലാം എല്ലാവർക്കും അറിയാലോ. ഇത് അറിയാത്ത തെക്ക് ഭാഗത്തുള്ളവർക്കെല്ലാം ഇതൊന്നും അറിയില്ലല്ലോ, നമ്മളെ ഈ പൂരോത്സവമൊന്നും. അങ്ങനെ ഇതെല്ലാം കാണുക എല്ലാവരും ഇട്ടാ നമുക്ക് നോക്കി നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ കൂടെ കണ്ടോന്ന് വെച്ചിട്ട് ഇത് എടുത്തതാണ്.